ഓക്കെ, ഒന്നിടത്തൊന്ന് പറഞ്ഞുതരാമേ. ഈ ഫിൽറ്റർ നമ്മൾ ഇത് ഓരോ പ്രാവശ്യം ഒരു ക്ലീൻ ചെയ്ത് വെക്കണം. പിന്നെ ഓണും ഓഫും ഡോറാണ്. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ തുറക്കാം, ഇഷ്ടമുള്ളപ്പോൾ അടയ്ക്കുകയും ചെയ്ത് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഡോർ അടച്ചിട്ടും വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് പ്രസ് ചെയ്യുക. ഇത് പ്രസ് ചെയ്യുക. അതായത് ഇപ്പോൾ റൺ ആവുന്നില്ല, ഡോർ ക്ലോസ് ചെയ്തിട്ട് റൺ ആവുന്നില്ല എന്ന് കണ്ടാൽ ഇതേലൊന്ന് പ്രസ് ചെയ്യുക, ലോങ് പ്രസ് ചെയ്തിട്ട് ഇത് ഡോർ അടച്ചു നോക്കുക, അന്നേരം കറങ്ങിക്കോളും. ഓക്കെ. പിന്നെ കേട്ടോ, ജസ്റ്റ് ഓണാക്കിയിട്ട് ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഓഫ് ആവും. നമുക്കിപ്പോൾ എല്ലാ തുണികളും ഇപ്പം ഒത്തിരി ടൈം ഓടിക്കേണ്ട ആവശ്യം വരത്തില്ല. എന്നുവെച്ചാൽ കട്ടി കുറഞ്ഞ തുണി പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നു നോക്കുന്നതിൽ കുഴപ്പമില്ല. ടൈമിൻ്റെ ഇതിപ്പോൾ പറഞ്ഞു തരുവാണ്. ഡോർ അടയ്ക്കുക. ഡോർ അടച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് 2 കളർ വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് 2 കളർ വരുന്നുണ്ട്. ഒന്ന് ബ്ലൂവും ഒന്ന് ബ്ലാക്കും. ഇതിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് 2 ഓഫും ഉണ്ട്. അതായത് ഈ 160ൻ്റെ ഇടയ്ക്ക് ഇതുണ്ടോ, ഈ 6ൻ്റെ ഇടയ്ക്കും 160ൻ്റെ ഇടയ്ക്ക് ഓഫാണ്. ഇതിൻ്റെ അകത്തും 160ൻ്റെ ഇടയ്ക്കും ഇതിൻ്റെ ഇടയ്ക്ക് ഓഫുണ്ട്. 2 ഓഫുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇപ്പം നമ്മൾ കട്ടി കുറഞ്ഞ ലൈറ്റ് തുണികളാണ് ഇടുന്നതെങ്കിൽ ഈ നീല കളറിലുള്ള 160 സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇട്ടാൽ മതി. 160 ഈ ഡാഷിൻ്റെ അവിടെ 160 സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇട്ടാൽ മതി. ഇത് കറങ്ങി ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യാം. ഉണങ്ങിയതാണെങ്കിൽ എടുത്ത് മാറ്റിയാൽ മതി. ഉണങ്ങിയിട്ടുണ്ട്, ഡ്രൈ ആയി എന്നുണ്ടെങ്കിൽ എടുത്ത് മാറ്റുക. ഇല്ലെങ്കിൽ ഡോർ ഒന്നുകൂടെ ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. മനസ്സിലായോ? ഇപ്പം ബാലൻസ് 0 വരും. ഇവിടെ ഒന്ന് ഓഫ് ആവും. ഇപ്പം അതേ സമയത്ത് ഇപ്പം നമുക്ക് അത്ര സമയം ഓടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ദിവസവും 160ലേക്ക് തിരിച്ചിടേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ ആദ്യമേ ഇടുമ്പോൾ 160 ഇടുക. എന്നിട്ട് ഒരു അരമണിക്കൂർ, 160 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് വന്ന് തുറന്നു നോക്കുക. തുറന്നു നോക്കുമ്പോൾ ഇപ്പം ചൂടായി, ചില തുണികൾ ചൂടായിട്ടുണ്ട്, അത് എടുത്ത് മാറ്റുക. ബാക്കിയുള്ള തുണികൾ അതിൻ്റെ അകത്ത് തന്നെ ഇട്ടിട്ട് ഡോർ അടച്ചു കൊടുത്താൽ മതി. ഒരു അരമണിക്കൂർ കൂടെ കഴിഞ്ഞു. ഇപ്പം ടോട്ടൽ 1 മണിക്കൂർ ഓടി. അപ്പോൾ 160ൻ്റെ 60 എന്ന് പറയുമ്പോൾ ഒരു 120 മിനിറ്റ് റണ്ണാക്കി, അല്ലെങ്കിൽ 100 മിനിറ്റ് റണ്ണാക്കി. അന്നേരം ടൈമർ തിരിഞ്ഞ് 90 മിനിറ്റിൽ തിരിഞ്ഞു വന്ന് കിടക്കും. അന്നേരം നമ്മളിപ്പോൾ തുണി എടുത്ത് മാറ്റി നാളെ പിന്നെയും ഇടുക. നാളെ അലക്കിയ തുണി പിന്നെയും ഇടുക. പിന്നെ ഇടുമ്പോൾ ഈ തിരിച്ച് 160 ഇടണ്ട, 90 തൊട്ട് ബാലൻസ് 0 വരെ ഓടിക്കോളൂ. അത് കഴിയുമ്പോൾ പിന്നെ തിരിച്ച് 160 ഇട്ടിട്ടാൽ മതി. മനസ്സിലായോ? ഇപ്പം നല്ലപോലെ ഹീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ 160 ഇടണം. അതായത് ബ്ലാക്ക് കളർ കട്ടിയുള്ള തുണി, മിക്സഡ് തുണികളെല്ലാം വരുമ്പോൾ ബ്ലാക്കിൽ ഇടുക. ഇപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കുക. ഇടയ്ക്കൊക്കെ അന്നേരം സമയം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഈ ടൈമറാണ് ഇത് ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇങ്ങോട്ട് മാത്രം തിരിക്കരുത്. ഇതുണ്ടോ, ഇതിൻ്റെ അകത്ത് സിമ്പിൾ കാണിച്ചിട്ടുണ്ട്. അതിലേക്ക് മാത്രമേ ഇങ്ങോട്ട് മാത്രമേ തിരിക്കാവുള്ളൂ. ഓക്കെ. തിരിച്ചിരിക്കരുത്. തിരിച്ചു കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകും. ഓക്കെ. ഈ വെന്റിലേഷൻ ഇങ്ങനെ തന്നെ ജനല് തുറന്ന് ഇടുക. ഓക്കെ. ഇത് അത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അതായത് കബോർഡ് ഡ്രൈക്കകത്ത് വെക്കണേ. അതായത് നമ്മൾ വെക്കുന്ന മിക്സഡ് തുണിയാണ് ഇട്ടേക്കുന്നത്. കബോർഡിൻ്റെ അകത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ 120 മിനിറ്റ് ഇടാനാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ഇടുന്ന ഡ്രസ്സ് ഇപ്പം മിക്സഡ് ആണ് ഇടുന്നത്. ചില തുണികൾക്ക് 120 മിനിറ്റ് ഓടിക്കേണ്ട ആവശ്യമില്ല. ചില തുണികൾ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഒരു 40 മിനിറ്റ് കൊണ്ട് ചിലപ്പം ഉണങ്ങും. അത് ഈ വാഷ് മെഷീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. 40 ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. ഇപ്പം നേരം ഇല്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ, ഇപ്പം നമുക്ക് ഇതിന്റെ പുറകെ നിൽക്കാൻ പറ്റില്ലാത്ത ആൾക്കാരാണെങ്കിൽ 40 മിനിറ്റ് തന്നെ ഇട്ടാൽ മതി. 40 മിനിറ്റോ 50 മിനിറ്റോ 90 മിനിറ്റ് ഇട്ടിട്ട് അങ്ങ് പോയാൽ മതി, തന്നെ ഓഫ് ആയിക്കോളും. അത് ഈ 40 നിമിഷം വെക്കണമോ ഇല്ല ഇവിടെ വെക്കാമോ? എങ്ങനെ വേണം തിരിച്ചോളൂ. 20 മിനിറ്റ് അത് 0 വന്ന് ഓഫ് ആയി പോകും. വെക്കാം, നോ പ്രോബ്ലം. എത്ര ഇത് ആദ്യത്തത് 10, രണ്ടാമത്തെ ലൈൻ 20, മൂന്നാമത്തത് 30, 90, 40.
ഇത്രേ ഉള്ളൂ. 40 മിനിറ്റ് 40 മിനിറ്റ്. ഇല്ലാട്ടി അതിക്ക് കുറച്ച് വെച്ചോ. ബ്ലൂനാ നോർമല്, ഇതിനാ ഹൈ അതെ അല്ലേ?